എൻ്റെ പേര് സീന. ഞാൻ കല്ലുപ്പാറ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഈ ആൾത്താരയിൽ ഈ കുഞ്ഞുമായി വന്ന് നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് 10 വർഷം കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചത്. എൻ്റെ ആദ്യ വിവാഹം 2013 പല കുടുംബ പ്രശ്നങ്ങൾ കാരണം അത് 7 വർഷത്തിന് ശേഷം വേർപിരിയേണ്ടി വന്നു. അതിനുശേഷം 2022 ഞാൻ രണ്ടാമത് വിവാഹിതയായി. 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടറിനെ കാണുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലായിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എൻ്റെ ലെഫ്റ്റ് ട്യൂബ് ബ്ലോക്കാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നിടവിട്ട മാസങ്ങളിൽ മാത്രമേ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളെന്നാണ്. ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റിലായിരുന്നു 1 വർഷത്തോളം. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നോർമലായി ഇനി കൺസീവ് ആകാൻ ചാൻസ് ഇല്ല, IVF ചെയ്യണം, അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയുള്ളൂ എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും അതിന് ഒട്ടും തയ്യാറായിരുന്നില്ല. 2023 ജൂലൈ മാസത്തിലാണ് ആദ്യമായിട്ട് ഞാനിവിടെ വന്നത്. കൃപാസനത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നു. പക്ഷേ ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തില്ല. ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു. രാവിലെ വന്ന് ഉച്ച കഴിയുന്നത് വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. എന്നാൽ 2024 ജൂലൈ 30 ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തലയിലും എൻ്റെ നെറ്റിയിലും എൻ്റെ വയറിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കുഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ഒത്തിരി അവഗണനയും വേദനയും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്ത് 65-ാം ദിവസം എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ്. അതിന് മുൻപൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും ടെസ്റ്റ് ചെയ്ത് നോക്കുകയും പ്രഗ്നൻ്റ് ആവുന്നില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തരുമ്പോൾ തരട്ടെ, ഇനി അതിനെ ഓർത്ത് ഞങ്ങൾ ഒരിക്കലും ദുഃഖിക്കില്ല എന്ന്, അല്ലെ അതിനെപ്പറ്റി ഓർത്ത് വേവലാതിപ്പെടുകയില്ലെന്ന് ഇത് പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത് പോസിറ്റീവായിരുന്നു. സത്യം പറഞ്ഞാൽ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് വലിയ അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയത്. 30 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആകുമെന്നാണ് എല്ലാവരും പറയുക. ഡോക്ടേഴ്സാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും അതോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ തൈലം പൂശി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനിവനെ ഒരു കുഴപ്പമില്ലാതെ എല്ലാവരെയും പോലെ തന്നെ ഒരു നോർമൽ കുഞ്ഞായിട്ട് തന്നെയാണ് എനിക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചത്. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇവൻ ജനിച്ചതിന് ശേഷം, ഇവൻ ജനിച്ചത് 2025 മെയ് 21-ാം തീയതിയാണ്. ഇവൻ ജനിച്ച് 3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കൈ രണ്ടിലും ഭയങ്കര വേദനയായി. കുഞ്ഞിനെ എടുക്കുവാനോ സ്വന്തമായിട്ട് ആഹാരം വാരി കഴിക്കുവാനോ തലമുടി ഒന്ന് കെട്ടുവാനോ ഒരു ഡ്രസ്സ് എടുത്തിടുവാനോ പറ്റാത്ത രീതിയിൽ കൈകൾക്ക് ഭയങ്കര വേദനയായിരുന്നു. ഒരു ഓർത്തോയെ കാണിച്ചപ്പോൾ പറഞ്ഞത് മമ്മി സ്തംഭം എന്നൊരു അസുഖമാണ്. കുഞ്ഞിനെ എടുക്കുകയും ഭാരമൊക്കെ നമ്മൾ ഒത്തിരി എടുക്കുമ്പോൾ കൈകൾക്കുണ്ടാവുന്നതാണ്. ഒരു സർജറി ചെയ്താൽ മാത്രമേ ഇത് മാറത്തുള്ളെന്നാണ്. പക്ഷേ ഞാൻ ആ സർജറിക്ക് ഒട്ടും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന പോലെ വേറൊരു ഡോക്ടറിനെ കാണുകയും ആ ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ എനിക്ക് വേദന കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു. തൈലം പൂശി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാനും എൻ്റെ കാര്യങ്ങളെങ്കിലും എനിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് എൻ്റെ ഈ വേദനകളെല്ലാം ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 കൈയിലെയും വേദനകൾ മാറുകയും എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാനും എൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നൽകി അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെയും വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാനത് പ്രാർത്ഥിച്ചാണ് കൊടുക്കുക. ഇത് വാങ്ങിക്കുന്നവർക്ക് അവരുടെ ഒരു നിയോഗമെങ്കിലും മാതാവ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ സഹായങ്ങൾ നൽകാൻ ഞാൻ ഒട്ടും മടിക്കാറില്ല. ഇത്രയൊക്കെ തന്ന എൻ്റെ ദൈവത്തിനും മാതാവിനും 1000 നന്ദി ഞാൻ പറയുകയാണ്.
സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സിന നിഷാദ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെ നന്ദിയോടും നിറകണ്ണുകളോടും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുന്നു. 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച സഹോദരി ചികിത്സകളെല്ലാം പരാജയപ്പെട്ട്, എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന് ചേരാത്ത ചികിത്സ ചെയ്യത്തില്ല എന്ന ഉറച്ച നിലപാടെടുത്ത് പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ ഉദരത്തെയും നിയോഗത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കതിൽ കോംപ്രമൈസുകൾ കുറഞ്ഞു വരും എന്നതെപ്പോഴും ഓർമ്മയുണ്ടാവണം. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതവും ഉടമ്പടിയും ഒരുമിച്ച് പോവില്ല. ഉടമ്പടിയിൽ നമുക്ക് ഒറ്റ കാര്യം തീരുമാനമാവണം: ആദ്യ അവസാനം ജീവിതത്തിൻ്റെ ഓരോ ഇടപെടലുകളും ഓരോ തീരുമാനങ്ങളും ഈശോയ്ക്കൊപ്പം ഉണ്ടോ ഇല്ലയോ എന്നത്. ചില കാര്യങ്ങൾ ഈശോ ആഗ്രഹിക്കുന്നത് പോലെയും ചില കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് പോലെയും എന്നത് ഉടമ്പടിയിലില്ല. ഓരോ കാര്യവും ഏറ്റവും ചെറുതാവട്ടെ, നിസ്സാരമാവട്ടെ, ഏറ്റവും ഗൗരവമുള്ളതാവട്ടെ, ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായതാവട്ടെ, അത് ഈശോയ്ക്ക് ചേർന്ന വിധം തീരുമാനമെടുക്കുവാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ? ഈശോയ്ക്ക് ചേർന്ന വിധം തീരുമാനമെടുത്താൽ ലോകം അത്ഭുതപ്പെടുന്ന വിധത്തിലെ അനുഗ്രഹം ഈശോ കൈവെള്ളയിൽ വെച്ച് തരും എന്നതിന് സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. മറ്റൊന്നുകൂടി ഉടമ്പടിയിൽ എപ്പോഴും ഓർക്കണം: നാം ആഗ്രഹിക്കുന്നത് പോലെ നടക്കുവാനല്ല ഉടമ്പടിയിൽ പ്രാർത്ഥിക്കേണ്ടതും നിയോഗം വയ്ക്കേണ്ടതും. അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഏതൊരു വിഷയവും നിവർത്തിതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉത്തരവാദിത്തം അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗം അനുഗ്രഹമാകുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഈ 2 കാര്യങ്ങളും ഉടമ്പടി വേഗത്തിൽ കത്തുന്നതിന്, നാം പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന്, നമ്മുടെ ഉടമ്പടി ജീവിതത്തെ തന്നെ അത് വിശ്വസ്തതയിൽ സന്തോഷമായി ശുഭപര്യവസാനമായി അടയാളപ്പെടുത്തുന്നതിന് കാരണമാകും. അതാണ് ഈ മകൾ തൻ്റെ വാക്കുകളിൽ പറയുക. ഡോക്ടർമാർ IVF പറഞ്ഞു, അത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചു. ഇനി ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങളുടെ പരിശ്രമത്തിലല്ല, അമ്മ എപ്പോൾ തരാൻ ആഗ്രഹിക്കുന്നുവോ ആ നിമിഷം തരട്ടെ എന്ന് മാത്രം വിചാരിച്ചു. ഞങ്ങളിനി കുഞ്ഞുങ്ങളില്ല എന്നതിനെപ്പറ്റി നിരാശപ്പെടത്തില്ല എന്നും തീരുമാനിച്ചു. ഈ 2 തീരുമാനങ്ങൾ ഈ കുടുംബത്തിന് സമയച്ചുരുക്കത്തിൽ തന്നെ ഒരു കുഞ്ഞായി ഉദരത്തിൽ രൂപപ്പെട്ടതിന് കാരണമായെന്ന് കുടുംബം അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 10 വർഷം വലിയ കാലമാണ്. ഏറെ അപമാനം ആ നാളുകൾക്കുള്ളിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഒത്തിരി പേരുടെ കുത്തിച്ചോദ്യങ്ങൾ നമ്മളെ തകർക്കും വിധം നമ്മുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. കണ്ണീര് കാണുന്നവൻ, അപമാനം അറിയുന്നവൻ, നഗ്നനാക്കപ്പെട്ടവൻ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയുവാൻ കൂടെ നിൽക്കും ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.